ഗുഡ് മോർണിംഗ് ജസീൽ. വെരി ഗുഡ് മോർണിംഗ് ജോസ് സാർ. ഒരുപാട് നാളായി നമ്മൾ നേരിട്ട് കണ്ടിട്ട്. ജോസ് സാറിന് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ചോദ്യങ്ങളാണ് ജോസ് സാറിന് എന്നോട് ചോദിക്കാനുള്ളത്. ജസീൽ, എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, എന്റെ പരിചയത്തിൽ പല ആൾക്കാർക്കും ഓൺലൈൻ വഴി ചതി പറ്റിയിട്ടുണ്ട്. അപ്പൊ ഓൺലൈനിലുള്ള തട്ടിപ്പുകൾ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ വന്നാൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം ഒന്ന് പറയാമോ? ഓൺലൈൻ വഴി ചതിക്കുയിൽ പെടുന്നത് കൂടുതലും IT പ്രൊഫഷണലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതായത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഓൺലൈൻ തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ അണികളായിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഇപ്പം സാധാരണ രീതിയിൽ വരുന്ന ഒന്നാമത്തെ കോളാണ്, നമ്മുടെ കയ്യിൽ നിങ്ങളുടെ ഒരുപാട് ന്യൂഡ് ഫോട്ടോസ് ഉണ്ട്, നമ്മളിത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്, ഈ ഫോട്ടോ നമ്മൾ നിങ്ങളുടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കും. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തട്ടിപ്പിൽ പെടുന്നത് കൂടുതലും IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഇപ്പൊ ജസീൽ പറഞ്ഞല്ലോ. അതെ, അത് ശരിയല്ല. IT മേഖലയിൽ വർക്ക് ചെയ്യാത്ത പഞ്ചപാവങ്ങളെയും ഓൺലൈൻ വഴി പറ്റിക്കുന്നുണ്ട്. ഓൺലൈനിൽ പറ്റിക്കുന്നുണ്ട്. കൂടുതലും IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാന്ന് ഞാൻ പറയാൻ കാരണമില്ല. ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ നടന്നൊരു സംഭവം ഞാൻ പറയാം. വ്യക്തിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ്. ഏകദേശം 25 വർഷമായിട്ട് ഇയാൾ IT പ്രൊഫഷനാണ്. അപ്പൊ ഇയാളോട് പോലും ഇങ്ങനെ നഗ്നത പ്രദർശനം നിങ്ങളുടെ വീഡിയോ എന്റെ കഴിച്ചു നിങ്ങളുടെ ഭാര്യക്ക് അയച്ചു കൊടുക്കും, അമ്മക്ക് അയച്ചു കൊടുക്കും. അത് അയച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് 45 ലക്ഷം രൂപ എനിക്ക് നൽകണം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഉള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കും. പക്ഷെ ഇത് വിളിച്ചു പറയുന്നത് വീഡിയോ കോൾ വഴിയാണ്. ഈ വീഡിയോ കോൾ വഴി വിളിക്കുമ്പോഴും ഈ വീഡിയോ കോളും അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഏതൊരു ആൾക്കാർക്കും അവരുടെ മാനത്തിന് അവരൊരു വില ഇട്ടിട്ടുണ്ടാവും. ആ മാനം നശിക്കരുത്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരാൾ പുറത്ത് പറയരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യും, അവരാവശ്യപ്പെടുന്ന പണം നൽകിക്കൊണ്ട് ആ ഒരു കേസിൽ നിന്ന് ഊരി വരാൻ നോക്കും. ഇടയ്ക്ക് ഞാൻ കാര്യങ്ങൾ ചോദിച്ചോട്ടെ, സംശയങ്ങള് ചോദിച്ചോളൂ. നമ്മുടെ ന്യൂഡ് വീഡിയോ അവരുടെ കയ്യിലുണ്ടെന്ന് പറയാൻ അവരിത് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? അതായത് ജോസേട്ട നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു സാധാരണക്കാരനും വരുന്ന ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് AI ആപ്ലിക്കേഷൻ വെച്ച് ഒരുപാട് വീഡിയോസ് ഫോട്ടോസ് നിർമ്മിക്കാൻ പറ്റും. മനസ്സിലായി. അപ്പൊ AI വെച്ച് നമ്മുടെ ന്യൂഡ് ഫോട്ടോ അവരുണ്ടാക്കും, എന്നിട്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാം. അല്ല, വേറെ ഉദാഹരണത്തിലേക്ക് പോകല്ലേ, നേരത്തെ പറഞ്ഞ കഥ തന്നെ പറയൂ. നേരത്തെ പറഞ്ഞ കഥയിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. എന്നെ കുറിച്ച് പറഞ്ഞിട്ട് ആ കഥയിലേക്ക് ഞാൻ വരാം. ഇപ്പൊ എന്നെ വിളിച്ച് ജോസ്മോൻ ചേട്ടൻ പറയാണ്, ജസീലിന്റെ ഒരു ന്യൂഡ് ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ആദ്യം അത് എനിക്ക് അയച്ചു തരുന്നു. ഞാൻ പോലും നോക്കുമ്പം എന്റെ ഫോട്ടോ പോലെ തന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ ആകെ പേടിക്കുന്നു. ഞാൻ പറയാണ്, ജോസേട്ടൻ എന്റെ ഫാമിലിക്കൊന്നും അയച്ചു കൊടുക്കരുത്, സോഷ്യൽ മീഡിയയിലൊന്നും ഇടാൻ പാടില്ല, എന്റെ ഭാവിയെ ബാധിക്കും, സോഷ്യൽ മീഡിയ ജീവിതത്തെ ബാധിക്കും. അപ്പൊ ജോസേട്ടൻ പറയാണ്, ജസീല ഇത് പുറത്ത് വരാണ്ട് നിക്കണോന്നുണ്ടെങ്കിൽ എനിക്ക് 40,000 രൂപ തരണം. ഞാൻ എന്റെ ഫോട്ടോ പുറത്ത് വരാതിരിക്കാൻ 40,000 രൂപ ജോസേട്ടൻ നൽകുകയും ചെയ്തു. അതോടുകൂടി ഈ പ്രശ്നം അവിടെ തീർന്നു എന്ന സമാധാനത്തിലായിരിക്കും ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നുണ്ട്. വീണ്ടും ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ജോസ്മോൻ സാറിന്റെ കോൾ എനിക്ക് വീണ്ടും പ്രതീക്ഷിക്കാൻ പറ്റും. ജസീലെ, പഴയ ഫോട്ടോനെക്കാളും വലിയൊരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, നീ എനിക്ക് 2 ലക്ഷം രൂപ തരണം. അപ്പൊ വീണ്ടും ജോസേട്ടന് ഞാൻ 2 ലക്ഷം രൂപ തരാം. അപ്പൊ ഇങ്ങനെയൊക്കെ കോള് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കുക എന്നുള്ള സെക്കൻഡുകൾ മാത്രമേ മതി. എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണോ അവരെ നിങ്ങൾ അറിയിക്കാം. നിങ്ങളത് പേയ്മെന്റ് കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യാൻ നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും നിങ്ങൾക്ക് ആ ഭീഷണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അവർക്ക് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് എനിക്ക് കൊച്ചു പെൺകുട്ടികളോടായാലും പ്രായമായ ആൾക്കാരോടായാലും പറയാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെയൊക്കെ ഫോണിൽ ഒരുപാട് മെസ്സേജ് വരാം, നിങ്ങളുടെ ബാങ്കിൽ 40,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്,
ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 40,000 രൂപ നിങ്ങൾക്ക് SBI അക്കൗണ്ടിൽ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കാനറ ബാങ്ക് അക്കൗണ്ടിൽ വരും എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടു നിൽക്കുന്ന ജോസേട്ടനെ എന്നെ പോലുള്ള മലയാളികൾ പെട്ടെന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യും. ആ പറഞ്ഞ ഡീറ്റെയിൽസ്, നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് അടക്കം കൊടുക്കും. അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് നമുക്ക് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് മെസ്സേജ് കിട്ടും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ ക്രെഡിറ്റ് ആയിരിക്കും. നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെ നഷ്ടപ്പെട്ടു? ഓൾറെഡി ഈ ഫേക്ക് ലിങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിക്ക് ചെയ്തു, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് ഈ ഹാക്കർ ഈ ഡാറ്റയും കൊണ്ട് പോയിട്ടുള്ളത്. നമ്മുടെ പേയ്മെന്റ് അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിനൊക്കെ ഇന്ന് കേരളത്തിൽ അതിൻ്റെതായ അഡ്വക്കേറ്റ് ഉണ്ട്, ലീഗൽ അഡ്വൈസ് നൽകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്പർ സുലഭമായിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. അല്ലാണ്ട് നിങ്ങൾ ഇതിന്റെ മുകളിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇനി ജോസേട്ടന് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്? അല്ല, ഇത് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്, ഇപ്പോ ഈ സൈബർ പോലീസ് സ്റ്റേഷൻ പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ആയിട്ടില്ല. സാധാരണ പോലീസ് സ്റ്റേഷൻ പോലെ എല്ലാ സ്ഥലത്തും ആയിട്ടില്ല. പക്ഷേ എല്ലാ പോലീസ് സ്റ്റേഷനും സൈബർ പോലീസ് സ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആണ്, ലിങ്ക്ഡ് ആണ്. അപ്പോ നാട്ടുപുറത്തായാലും ടൗണിലായാലും ഇതുപോലെ ഒരു ചതി പറ്റിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ അവർ സൈബർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ എടുക്കും. പിന്നെ നേരത്തെ ജസീൽ പറഞ്ഞ കഥയിലെ ആള് ചെയ്ത കാര്യം ഇവിടെ ജസീൽ പറയാൻ വിട്ടുപോയി. ജസീൽ ഇന്നലെ എന്നോട് സംസാരിച്ചതാണ്. അയാൾ ചെയ്തത്, ഇയാൾക്ക് ഇങ്ങനെ ഒരു ഭീഷണി വന്നപ്പോ ആ ഭീഷണിക്കാരനോട് പറഞ്ഞു, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ആ 10 മിനിറ്റിനുള്ളിൽ ഇയാൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് ജസീൽ എന്നോട് ഇന്നലെ പറഞ്ഞത്. ആ ഒരു കഥ ജസീൽ ഒന്നുകൂടെ പറയാമെങ്കിൽ നല്ലതാണ്. ആ ഒരു കഥ ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഈ കോള് വന്ന ആള് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കാം, ഞാൻ ഇപ്പോൾ പുറത്താണുള്ളത്, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. ഈ 10 മിനിറ്റിനകം തന്നെ ഇയാൾ കുറച്ച് വിവരമുള്ള ആളായതുകൊണ്ട് ലീഗലായിട്ടുള്ള ആൾക്കാരെ പോലീസുകാരൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ നമ്പർ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പോ കേരള പോലീസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്ത് ഭീഷണി വന്നു കഴിഞ്ഞാലും അത് നമ്മൾ ലീഗലായിട്ട് നേരിടും, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞോളൂ. 10 മിനിറ്റ് കഴിഞ്ഞു, ഇയാള് വിളിച്ചു. ആ വിളിച്ചാക്കളുടെ മറുപടിയും കൊടുത്തു, ഞാൻ നിങ്ങൾക്കെതിരെ ലീഗലി കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങളുടെ നമ്പറും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്പോട്ടിൽ പിന്നെ ആ വിളിച്ചാൾ ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞില്ല, കോള് കട്ട് ചെയ്തു. ആ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ആക്കിയിട്ട് പോയി. അതായത് ആ ആൾ ഓടി, കണ്ടം വഴി ഓടി. നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടി എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ കണ്ടം വഴി ഓടിക്കാനും പറ്റും, കണ്ടം വഴി ഓടിക്കാനും. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും നമ്മളുമായി പങ്കുവെക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്റെ നമ്പറിലോ അതല്ല എന്നുണ്ടെങ്കിൽ ജോസ്മോൻ ചേട്ടന്റെ നമ്പറിലോ വിളിച്ച് കാര്യങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് പേഴ്സണൽ വിവരങ്ങളോ ഒന്നും നൽകാതെ തന്നെ നമ്മൾ ആ ഒരു കഥ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ചുകൊണ്ടും നമ്മളോട് ആ കഥ ഷെയർ ചെയ്യാം. നിങ്ങളുടെ കോൾ റെക്കോർഡ് നമ്മൾ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന നിങ്ങളുടെ വിവരങ്ങൾ ഒന്നും തന്നെ നമ്മൾ മറ്റുള്ളവരെ ഷെയർ ചെയ്തെത്തിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നമ്മൾ ഉറപ്പുവരാണ്. ഇതിലും നല്ലൊരു വീഡിയോ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.